കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് നടപടിയിൽ കേരളം പങ്കെടുത്തിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ സ്കൂളുകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്നും കേന്ദ്രം അറിയിച്ചു. കോൺഗ്രസ് MP ജെബി മേത്തറിന്റെ ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ മറുപടിയാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ, സർക്കാർ സ്കൂൾ ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്ന കാര്യമല്ലേ? അപ്പോ എന്താണ് കേന്ദ്രം ഇതിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? റോഷ്നി കീർത്തന, നേരത്തെ PMC തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായി എന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ PMC തുടരുന്ന കാര്യത്തിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. നേരത്തെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന ഈ രാജ്യസഭയിൽ നൽകിയ ഈ മറുപടി റിപ്പോർട്ടർ TV തന്നെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്യുകയും ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. എന്നാണെങ്കിലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാർ ആ നിലപാട് ആവർത്തിക്കുകയാണ്. ജെബി മേത്തർ MPയുടെ ചോദ്യത്തിനാണ് രാജ്യസഭയിൽ വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ PMC പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ഈ പദ്ധതി ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഒപ്പിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലേക്ക് ഇതുവരെ കേരളം കടന്നിട്ടില്ല എന്ന് ഇതിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം സംസ്ഥാനത്ത് PMC പദ്ധതിയിൽ ഒരു സർക്കാർ സ്കൂൾ പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. PMC സ്കൂളുകളുടെ പട്ടികയിൽ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം 0 എന്നുകൂടി കേന്ദ്രം പറയുന്നുണ്ട്. ഒപ്പം കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന് കീഴിൽ ഉള്ളവയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് PMCയുടെ യാതൊരു ഫണ്ട് നൽകിയിട്ടില്ല എന്നും കേന്ദ്രം ഈ മറുപടിയിൽ വിശദീകരിക്കുന്നുണ്ട്. SSK ഫണ്ട് മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതായത് PMC നടപ്പാക്കാത്ത കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ പദ്ധതിയുടെ ഭാഗമായി മാത്രമാണ് 99.27 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്രം വിശദീകരിക്കുന്നത്. അതായത് PMCക്കായി പ്രത്യേക ഫണ്ട് ഇതുവരെ നൽകിയിട്ടില്ല എന്ന് കേന്ദ്രം പറയുന്നു. നേരത്തെ CPM, പ്രത്യേകിച്ച് CPM പാർട്ടിയുടെ കാലത്താണ് PMC കേരളം ഒപ്പുവെക്കുന്നത്. ആ സമയത്ത് അത്തരത്തിൽ ഒപ്പുവെക്കുകയും പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തതിന് പിന്നാലെ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതായി കാണിച്ചുകൊണ്ട് അവർ കത്തടക്കം കേന്ദ്രത്തിൽ നൽകുകയും ചെയ്തു. പിന്നീട് ഈ പറഞ്ഞ PMCയുടെ ഒരു പദ്ധതിയിലും പ്രത്യേകിച്ച് ഒരു പ്രക്രിയയിലും, അതായത് സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്ന നടപടി അടക്കമുള്ള ഒരു പ്രക്രിയയിലും പങ്കെടുക്കാൻ സംസ്ഥാനം തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. അതിന് പിന്നാലെയാണ് UDF സർക്കാർ അധികാരത്തിൽ വരികയും PMC തുടരും എന്ന് മുഖ്യമന്ത്രി VD സതീശൻ അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് മുൻ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് തുടരാൻ നിർബന്ധിതരായി എന്നായിരുന്നു ഇതിൽ മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണമായി വന്നത്. ഏതാണെങ്കിലും മുൻ സർക്കാർ ഒപ്പിട്ടതല്ലാതെ PMC ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നാണ് കേന്ദ്രം പാർലമെന്റിനെയും രേഖാമൂലം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഈ ചില കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. അന്ന് ആ സത്യവാങ്മൂലത്തിന്റെ വാർത്തകൾ നമ്മൾ ആദ്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്താണ്. ആ കാര്യം ഇപ്പോൾ ഒരിക്കൽ കൂടി കേന്ദ്രം എന്താണെങ്കിൽ രാജ്യസഭയിൽ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി നോബിൾ.